നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വല്ലാത്തൊരു മത്സരമായിരുന്നു. കിടിലൻ പോരാട്ടം. 2 റെഡ് കാർഡ് കണ്ടു, 2 ഗോളും അടിച്ചു. PSG ബയേൺ മ്യൂണിക്കിനെ തോൽപ്പിച്ച് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. PSG വേണ്ടി സൂപ്പർ താരങ്ങളായിട്ടുള്ള ഡിസയർ ഡൂവും ഒസ്മാൻ ഡംബലയുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. അതേസമയം ഡിഫൻസിലെ ശക്തി ദുർഗം വില്യം പാച്ചോക്ക് റെഡ് കാർഡ്, അത് ആ ഒരു ഫൗള് ഹൈ ബൂട്ട് എന്ന തരത്തിലാണ് റെഡ് കാർഡ് കൊടുക്കുന്നത്. ലൂക്കാസ് ഹെർണാണ്ടസ് തൻ്റെ മുൻ ടീമിനെതിരെ എൽബോ പ്രയോഗം, അതിന് അദ്ദേഹത്തിനും റെഡ് കാർഡ് കിട്ടി. ഒടുവിൽ 9 പേരായിട്ട് ചുരുങ്ങിയിരുന്നു PSG. എന്നിട്ടും പക്ഷേ അവർ വിജയിച്ച് കയറി എന്നതാണ്. ഈ മത്സരത്തിൽ PSG മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ബർക്കോളയും ഡെസിയർ ഡൂവും കിച്ച കവളസ്കേലിയുമാണ് ആദ്യ 11 ഉണ്ടായിരുന്നത്. മറുഭാഗത്ത് ഹാരി കെയ്നും ഒലീസയും മുസിയാലയും കോമനും ഒക്കെ ചേർന്നുകൊണ്ട് ബയേണിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചു. ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. പരിക്ക് പറ്റി ജമാൽ മുസിയാലക്ക്, അത് തീർച്ചയായിട്ടും ബയേണിനൊരു തിരിച്ചടിയായിരുന്നു. കളി പുരോഗമിക്കവേ 78ാമത്തെ മിനിറ്റിലാണ് ഡെസിയർ ഡൂവിൻ്റെ ഗോൾ പിറക്കുന്നത്. തീർച്ചയായിട്ടും PSG മിഡ്ഫീൽഡ് മികച്ച പ്രകടനം നടത്തുന്നു. ജാവോ നവസ് ആ ഒരു ബോൾ ഹാരി കെയ്നിൽ നിന്ന് തട്ടിയെടുത്ത് ഡെസിയർ ഡൂക്ക് കൊടുക്കുകയാണ്. അദ്ദേഹം അത് സുന്ദരമായിട്ട് ഫിനിഷ് ചെയ്യുകയും ചെയ്തു. 78ാമത്തെ മിനിറ്റിലേക്ക് ഭക്ഷ്യമായ ഒരു ഗോളിന് PSG ലീഡെടുത്ത് കഴിഞ്ഞിരുന്നു. കളി പുരോഗമിക്കവേ പാച്ചോക്ക് റെഡ് കാർഡ്, കഴിഞ്ഞില്ല ലൂക്കാസ് ഹെർണാണ്ടസിന് റെഡ് കാർഡ്. അതുകൊണ്ടൊന്നും തീർന്നില്ല. ഒസ്മാൻ ഡംബലയുടെ ഗോൾ, ഹക്കീമിയുടെ അസിസ്റ്റിന് ഡംബലയുടെ ഗോൾ കൂടി വന്നതോടെ 2-0 വിജയം സ്വന്തമാക്കി PSG ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. സെമിയിൽ പക്ഷേ ഈ 2 സുപ്രധാന താരങ്ങൾ അവർക്കായിട്ട് കളിക്കാനുണ്ടാവില്ല എന്നുള്ളത് ഒരു തിരിച്ചടിയാണ്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.